ഹലോ. ഹലോ. 1 മിനിറ്റ്. ഹലോ. ഹലോ. ഈ രണ്ട് സ്റ്റെപ്സിൽ
ഹലോ. ഹലോ മിസ്. ആ സ്ക്രീൻ കാണുന്നില്ലേ? കാണാം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു സിസ്റ്റത്തിന് ചെറിയൊരു പണി കിട്ടി. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മ കെ മാപ്പ് പറഞ്ഞായിരുന്നു. കെ മാപ്പില് നമ്മ 2 തരത്തിലുള്ള 4 തരത്തിൽ വാരിയബിൾസിനെ പറഞ്ഞായിരുന്നു. 2 വാരിയബിൾ, 3 വാരിയബിൾ, 4 വാരിയബിൾ, 5 വാരിയബിൾ ആയിട്ട് അങ്ങനെ നമുക്ക് വാരിയബിൾസിന്റെ വെച്ചുകൊണ്ട് ടേബിള് നമ്മുടെ ഇതിന്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോ നേരത്തെ പഠിച്ചത് സോപ്പ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് ഇപ്പൊ നമുക്ക് 2 സെല്ലാണ് വേണ്ടത്. അതായത് 2x2 2n ആണ് നമ്മുടെ സെല്ലുകളുടെ എണ്ണം. 2n എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 2 ആവുമ്പോൾ ഫസ്റ്റ് 2 വാരിയബിൾ ആയിട്ടുള്ള സെല്ലുകൾ കിട്ടും. അത് 4 സെല്ലുള്ള ഒരു ഫോർമാറ്റ് കിട്ടും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ചെയ്തേക്കണ പോലെ 4 സെന്റിൽ ഇതുള്ള ഇവിടെ കണ്ടില്ലേ, 4 സെൽസ് ഉള്ള ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടും. അതാണ് 2 വാരിയബിൾ വരുന്നത്. ഇനി 3 വാരിയബിൾ ആണെങ്കിൽ 2/3 വരും. 2/3 എന്ന് പറയുമ്പോൾ 8 സെല്ല് കിട്ടും. അടുത്തത് 4 വാരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 into 4 വരുമ്പോൾ നമുക്ക് 16 സെല്ലുകൾ കിട്ടും. അതുപോലെ 4 എണ്ണം ഇങ്ങോട്ടും 4 എണ്ണം അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 16 സെല്ല് കിട്ടും. 5 എണ്ണം വരുമ്പോൾ 5 വാരിയബിൾ പറ്റണില്ല. ശരി ശരി. അപ്പൊ നമുക്ക് ഈ സെല്ലിനനുസരിച്ച് ഇപ്പൊ 4 വാരിയബിൾ വരെയുള്ള സെല്ലിന്റെ കേസാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 5ാമത് ഒരു വാരിയബിൾ കൂടി വന്നിട്ട് 2/5 വരുന്ന സമയത്ത് നമുക്ക് 32 സെല്ല് വരും. ഇപ്പൊ നമ്മൾ ചെയ്തത് 2 സിസ്റ്റം ഇത് മാറി കാരണം ഇവിടെ എഴുതാൻ പറ്റുന്നില്ല. ക്രോം എടുക്കട്ടെ എന്നിട്ട് പുറത്തു. ഞാൻ പറയാം. ഇവിടെ നമുക്ക് 2n എന്ന് പറഞ്ഞപ്പോ 2 കൊടുക്കുമ്പോ 2n എന്ന് പറയുമ്പോൾ 8 സെൽ ഉണ്ടെന്ന് പറഞ്ഞു. 4 സെൽ ഉണ്ട്. 2n-ന് എന്നിന്റെ വാല്യൂ 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 സെൽ ഉണ്ടെന്ന് പറഞ്ഞു. 2/3 വരുമ്പോ 8 സെൽ ഉണ്ടെന്ന് പറഞ്ഞു. 4 വരുമ്പോ 16 സെൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 വരുമ്പോ എന്തായിരിക്കും? 32 സെൽ ഉണ്ടാവും. അതിനട്ടി. അപ്പൊ 32 സെല്ല് വരുമ്പോ ഇപ്പൊ നമ്മ 4 വാരിയബിളിന്റെ സെല്ല് ഇപ്പൊ നമ്മ 16 സെല്ല് വരച്ചില്ലേ, അതിന്റെ തന്നെ ഒരു ഫോർമാറ്റ് കൂടി വരും. അപ്പൊ നമുക്ക് എത്ര എണ്ണം വരും? ഒരെണ്ണം അത് തന്നെ വരും, പിന്നെ ഒരെണ്ണം കൂടി വരും. അപ്പൊ അങ്ങനെ 2 സെല്ലുകൾ അടുപ്പിച്ചിട്ട് 32 സെല്ലുള്ള ഒരെണ്ണം 16 സെല്ല്, അടുത്ത 16 സെല്ല്, അങ്ങനെ 32 സെല്ലായിട്ട് രണ്ട് സെല്ലുകൾ 2 4 വാരിയബിൾ സെല്ലുകൾ കൂട്ടി വെക്കുന്ന പോലെ 32 സെല്ലായിട്ട് കിട്ടും. കാണിച്ചു തരാം. കടോ ഇതേപോലെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് 4 വാരിയബിൾ ആയിട്ടുള്ള സെല്ലാണ് ഈ 16. അതുപോലെ തന്നെ അടുത്ത് എന്ത് വരും? വീണ്ടും 16 സെല്ല് വരും. അപ്പൊ നമുക്കിതില് ഇവിടെ 16 നമുക്ക് ഇവിടെ ഓർഡറിൽ അടയാളപ്പെടുത്തി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് ഫസ്റ്റ് 0 സെല്ല്, 1 എന്നുള്ള സെല്ല്, ഇത് 2, ഇത് 3, ഇവിടെ വരുമ്പോൾ 4, 5, ഇപ്പുറത്തെ 6, വീണ്ടും സെന്ററിൽ 7. ആ ഒരു ഓർഡറിൽ നമുക്ക് ഇവിടെ 15 എണ്ണം ഇവിടെ ഫില്ല് ചെയ്യും. ഈ കോളത്തിലാണ് നമ്മൾ 15ാമത്തെ ഫില്ല് ഈ കോളത്തിലാണ് നമ്മൾ 15ാമത്തെ ഫില്ല് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇപ്പുറത്തോട്ട് വരാം. ഇത് 16 ആവും. അപ്പൊ അടുത്ത സെല്ലിലേക്ക് വരുമ്പോ അത് 16 ആവും. ഇപ്പൊ എടുത്ത നോട്ട് കാണുന്നുണ്ട് ഇപ്പോ? ആ 3 ടേബിൾ ഉള്ളത് കാണുന്നുണ്ട്. ആ 3 ടേബിൾ ഉള്ളത് കാണുന്നുള്ളൂ അല്ലേ? ഇപ്പൊ എടുത്തത് കണ്ടില്ല. ഈ PDF വേറെ സെയിം തന്നെ കാണുന്നു. ഇതാണ് കാണുന്നത് അല്ലേ? മാറ്റിട്ട് ഇതിലേക്ക് ആക്കാനായിട്ട്
ഇപ്പൊ കാണാം. ഇപ്പൊ കാണുന്നുണ്ടോ 2 സെല്ലുള്ളത്? ഹലോ 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 ആ ഇപ്പൊ കാണുന്നുണ്ടോ സെല്ല്? ഇപ്പൊ കാണാത്ത. ഇപ്പൊ ഇതുപോലെ 2 സെല്ല്. അപ്പൊ ഒരു സെല്ലിന് നെയിം കൊടുക്കുമ്പോൾ നോക്കിയേ 4. ഇപ്പൊ നമുക്കറിയാം 4 വേരിയബിൾസ് ആയിരിക്കും സെല്ലിൽ ഉണ്ടാവുക. അപ്പൊ ഈ സൈഡിൽ ഈ ലൈനിന്റെ അടിയിലത്തെ സൈഡ് ബി സിയും മുകളിലത്തെ സൈഡ് ഡിയും കൊടുക്കുക. സെയിം തന്നെ സെല്ല് അടുത്തത് ബി സിയും ഡിയും കൊടുക്കുക. സെയിം ഇതിന്റെ അതേ ഫോർമാറ്റ് തന്നെ അടുത്തൊരു 16 സെല്ലുള്ള ഒരു ഗ്രാഫ് വരച്ചു. അതുപോലെ തന്നെ അടുത്തത് ഒരെണ്ണം വരയ്ക്കാം. അങ്ങനെ 2 എണ്ണം കൂടി ചേരുമ്പോൾ നമുക്ക് 32 സെല്ലായിട്ട് കിട്ടാം. അപ്പൊ അതിൽ ഇവിടുത്തെ ഫസ്റ്റത്തെ കേസിൽ എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഫസ്റ്റത്തെ കേസിൽ എ കോംപ്ലിമെന്റ് ആയിരിക്കും, കോമൺ ആയിട്ട് വരുന്നത് എ കോംപ്ലിമെന്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ കോമൺ ആയിട്ട് വരുന്നത് എ ആയിരിക്കും. ഇത്ര മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ സെല്ലിന് പേര് കൊടുക്കണൊക്കെ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റത്തെ 0 ആണ്, 0 1 ആണ്, 1 ആണ്, 1 0 ആണ്. അതുപോലെ തന്നെ താഴോട്ട് ഇതുപോലെ തന്നെ 0 0 0 1 1 1 1 0 സെയിം ഫോർമാറ്റ് ആണ് ഇവിടെ. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം ഫോർമാറ്റ് തന്നെയാണ് വരിക. ഇനി വരുന്നത് അപ്പൊ ഇതുപോലൊരു ഡിജിറ്റൽ സ്പേസ് പോലെ ആയിരിക്കും. അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഇവിടത്തെ 2 സെല്ലുകൾ, ഈ ഡാർക്ക് ചെയ്ത 2 സെല്ലുകൾ അതേപോലെ തന്നെ മുകളിലത്തെ 2 സെല്ലുകളും 2 ഫിഗറിലെയും കോമൺ ആയിട്ടുള്ള ഭാഗം തമ്മിലാണ് എന്ത് ചെയ്യുക, ഇത് കണക്ട് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടില്ല, മാപ്പിൽ ഗ്രൂപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം ചെറിയ സെല്ലുകൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ 5 വേരിയബിൾ വരാം. അപ്പൊ 5 വേരിയബിൾ വരുമ്പോൾ നോക്കി ഇതേപോലെ 2 16 സെല്ലുള്ള 2 ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടാം. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി പഴയ സ്ക്രീനിലേക്ക് വന്നു. ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്, 4 വേരിയബിൾ ഉണ്ട്, 5 വേരിയബിൾ ഉണ്ട്. അപ്പൊ ഈ 5 കേസിന് 5 വേരിയബിൾ ഉള്ള ഈ 4 വേരിയബിളിന്റെ കേസും നമ്മൾ ഷെല്ലുകൾ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ട്രൂത്ത് ടേബിൾ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് കെ മാപ്പ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സോപ്പ് ഓപ്പറേഷൻ ആണ് പറയുന്നത്. സോപ്പ് ഓപ്പറേഷൻ പറയുമ്പോൾ 0 ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 0 0 0 0 1 എന്ന് പറയുമ്പോൾ 0 0 0 1. അതായത് 4 ബിറ്റിന് നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ 0യും 1ഉം തുടങ്ങി 15 വരെയുള്ള ബിറ്റുകളെ 4 ബിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഇവിടെ കൺവേർട്ട് ചെയ്ത് സോപ്പ് എന്ന് പറഞ്ഞ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ നൈബറിംഗ് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള 8 റൂൾസുകൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഗ്രൂപ്പ് മേ നോട്ട് ഇൻക്ലൂഡ് എനി സെൽ കണ്ടെയ്നിങ് 0. എന്നുവെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത സമയത്ത് സെല്ലിൽ 0 ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഗ്രൂപ്പ് നമുക്ക് ഹെറിസോണ്ടലോ വെർട്ടിക്കലോ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡയഗണലില് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഗ്രൂപ്പ് മസ്റ്റ് കണ്ടെയ്ൻ 1 2 4 8 16 അങ്ങനെ ജനറൽ പറ. ഇല്ല ഒന്നില്ല മിസ്, ഇവിടെ വന്നതാ. 2n സെല്ലുകൾ. അതായത് നേരത്തെ നമ്മൾ ഒരു 6 റൂൾസ് പറഞ്ഞായിരുന്നു. ആ 6 റൂൾസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഗ്രൂപ്പിനെ നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും കുറഞ്ഞത് വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആസ് ലോങ് ആസ് ലാർജസ്റ്റ് ആയിരിക്കും എപ്പോഴും പോസിബിൾ. പിന്നെ 2n പവറിന്റെ സെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെയാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്. ഈ റൂൾസ് വെച്ചുകൊണ്ട് ഒരു ബൂളിയൻ എക്സ്പ്രഷനെ എങ്ങനെ കെ മാപ്പിലേക്ക് വരുത്താം, അതാണ് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടേക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് y is equal to ABC കോംപ്ലിമെന്റ് പ്ലസ് ABC പ്ലസ് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് C. ഇത് കണ്ടോ? അത് ക്ലിയർ ആണോ? അത് ക്ലിയർ മിസ്. ആ y എന്ന് പറയുന്ന ആ ടേമിനെ എങ്ങനെ നമ്മുടെ ഇവിടെ നോക്കിയാൽ 3 വേരിയബിൾ ആണ് ഉള്ളത്, എയും ബിയും സിയും 3 വേരിയബിൾ ആണ് ഉള്ളത്.
അപ്പൊ ഇതില് 3 വേരിയബിളിന്റെ 3 ടേം തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. ഫസ്റ്റ് ടേം ഇത്, സെക്കൻഡ് ടേം പ്ലസ് ഇട്ടിട്ട് 3 ടേമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ 3-ല് നമുക്ക് നോക്കാം, ആദ്യം നോക്കാം അതിലുള്ളത് എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കാം. എന്നുവെച്ചാല് ഫസ്റ്റ് വേരിയബിളിലുള്ള ഇവിടെ 3 വേരിയബിൾ ഉള്ള കേസാണ്. എല്ലാത്തിനും 3 വേരിയബിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ 3 ടേമിലും 3 വേരിയബിൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അഡീഷണൽ ഒന്നും ചെയ്യണ്ട. ആ വൈന് ഇനി നമ്മുടെ കെ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കേസ് എയും, ഈ ഒരു ബാർ ഇട്ടേക്കേണ്ട ആദ്യം എയും, ഇപ്പുറത്ത് ബിയും സിയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എയിൽ എന്തൊക്കെ വരും? എ കോംപ്ലിമെന്റ് വരും, എയും വരും. അപ്പൊ ഈ താഴേക്ക് ഫസ്റ്റത്തെ റോയിനെ എ കോംപ്ലിമെന്റ് എന്നും സെക്കൻഡ് റോ എ എന്നും കൊടുക്കാം. അത് ക്ലിയർ അല്ലേ? ഇനി മുകളിൽ നോക്കിയേ, മുകളില് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്, സെക്കൻഡ് ബി കോംപ്ലിമെന്റ് സി, ബി സി, ബി സി കോംപ്ലിമെന്റ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 0 ആയിരിക്കും വരിക. അപ്പൊ ഈ കോളം 0 ആയിരിക്കും, എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റത്തെ കോളം 0th കോളവും സെക്കൻഡ് ഫസ്റ്റ് കോളം ആയിരിക്കും. ഇപ്പുറത്ത് ബി സിക്ക് 2 വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 0 ആയിരിക്കും. ഇപ്പുറത്തത് 0 1 ആയിരിക്കും. ഇത് രണ്ടും 1 ആയിരിക്കും. പിന്നത്തത് 1 0 ആയിരിക്കും. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? അല്ല മിസ്സേ, മുകളില് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് എങ്ങനെയാ വരിക? ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്. ഈ ബി കോംപ്ലിമെന്റ് ഇപ്പൊ നമുക്കറിയാം, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിട്ടാണ് സോപ്പിൽ കൺസിഡർ ചെയ്യുക. സോപ്പില് എ കോംപ്ലിമെന്റ് 0യും എ 1ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ നേരത്തെ ചെയ്ത ടേബിളിൽ കണ്ടില്ലേ, സ്മോൾ 0 0 0 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ? അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 0 0 വന്ന് പറയുമ്പോൾ അത് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് ആയിരിക്കും. ഇപ്പുറത്തത് 0 1, അപ്പൊ ബി കോംപ്ലിമെന്റ് സി, ഇത് രണ്ടും 1 1 ആയിരിക്കും. അപ്പൊ ബി 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 സി. ഇപ്പുറത്ത് വരുന്നത് 0 1 ആയിരിക്കും. അപ്പൊ ബി സി കോംപ്ലിമെന്റ്, അത് 1 0 ബി സി കോംപ്ലിമെന്റ് വരും. ഇനി നമുക്ക് ഈ 3 ടേമും എങ്ങനെയാണ് അതിൽ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ വൈയിൽ നോക്കിയേ, എ ബി സി കോംപ്ലിമെന്റ്. എ ബി വരണം അല്ലെ, എയും ബിയും വരണം, സി കോംപ്ലിമെന്റ് ആയിരിക്കണം. അപ്പൊ എ എന്ന് പറയുമ്പോൾ ഇതിന് സെക്കൻഡ് റോയിലായിരിക്കും വരാ. അപ്പൊ എ എന്ന് പറയുന്നത് സെക്കൻഡ് റോയല്ലേ. അപ്പൊ സെക്കൻഡ് റോയില് ബിയും സി കോംപ്ലിമെന്റ് വരുന്നത്, ബിയും സി കോംപ്ലിമെന്റ് എന്ന് വരുന്നത് ഈ ലാസ്റ്റ് കോളം. അവിടെ ഒരു 1 കൊടുത്തു. ബിയും സി കോംപ്ലിമെന്റ്. ഫസ്റ്റ് റോ നോക്കാം. റോ എന്ന് പറയുമ്പോൾ എ അല്ലേ, ആദ്യത്തെ ലെറ്റർ എ, അത് റോയാണ്. അപ്പൊ എ വരുന്ന റോ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പൊ എ എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലാണ്. പിന്നെ വരുന്നത് കൂടെ ബിയും സി കോംപ്ലിമെന്റും. അപ്പൊ ഇത് ടോപ്പിൽ നോക്കാം, ബിയും സി കോംപ്ലിമെന്റും വരുന്നത് ഇവിടെ ലാസ്റ്റ് ആണ് അല്ലെ. ലാസ്റ്റത്തെ കോളം അല്ലേ, 4ാമത്തെ കോളത്തിലാണ് ബിയും സി കോംപ്ലിമെന്റ് വരുന്നത്. അതിനെ നേരെ 1 ഇടാം. അപ്പൊ അത് പ്ലോട്ടായി. ഇനി അടുത്ത് നോക്കിയേ, എ ബി സി, അതും എ എന്ന റോയില് ബി സി. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ ലൈൻ കിട്ടി, ഇവിടെ 1 കൊടുത്തു. ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ റോ ഫസ്റ്റ് റോയിലേക്ക് പോകും, അത് എ കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് സി എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് കോളത്തിൽ വരും, അവിടെ ഒരു 1 കൊടുത്തു. ക്ലിയർ ആണോ? അപ്പൊ നേരിട്ട് വൈഡ് തന്നിരിക്കുന്ന വേരിയബിൾസ് ഏതാണ് അതിനനുസരിച്ച് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് വൈയിലെല്ലാം തന്നേക്കുന്നത് കംപ്ലീറ്റഡ് ആണോ നോക്കാം. 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈമിലും 3 വേരിയബിൾ ഉണ്ടോ നോക്കാം. 4 വേരിയബിൾ ആണെങ്കിൽ എല്ലാ ടൈമിലും 4 വേരിയബിൾ ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോപ്പിൽ ചെയ്ത പോലെ ഇല്ലാത്ത ടേം ഏതാണോ അതും അതിന്റെ കോംപ്ലിമെന്റും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ടേമിനെ സെറ്റ് ചെയ്ത് എഴുതണം. ഇന്നലെ ചെയ്തില്ലേ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയത്? ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാ? ഹോംവർക്ക് ചെയ്തു. ഒരെണ്ണം ഡൗട്ട് വന്നു മിസ്, ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും പ്ലസ് വരുന്നോടത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇടുക അത്രയല്ലേ? ഡബിൾ കോംപ്ലിമെന്റ് വരുന്നോടത്ത് അങ്ങനത്തെ ആയിരുന്നോ ക്വസ്റ്റ്യൻസ്? അപ്പൊ ഇനി നോക്കാം. ഇനി അടുത്തത് നോക്കിയേ, ഇതിപ്പോ ഒരു മെത്തേഡ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കെ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറയും. ബൂളിയൻ എക്സ്പ്രഷനെ കെ മാപ്പിലേക്ക് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടൈപ്പ് ചോദിക്കാം. അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ സിഗ്മ എം. സിഗ്മ എം എന്ന് പറഞ്ഞാൽ സോപ്പിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുക? സിഗ്മ എം കൊടുക്കാം. ആ എമ്മിന്റെ ബ്രാക്കറ്റിൽ 1 5 7 9 15 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ക്വസ്റ്റ്യന്റെ ആൻസർ ഇത്രയുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ? ഇതാ. ഇത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. കെ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മ. ഇതിനെ ഞാനിത് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിട്ടില്ല, ഗ്രൂപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലോട്ട് ചെയ്യുന്ന വിധമാണ് ഞാനിപ്പോ 2 പറയുന്നത്.
അതിനുശേഷം അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറയാം. പോരെ? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്ലോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സിഗ്മ എം 1 5 7 9 15 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്ലോട്ട് ചെയ്യും? നമ്മുടെ സെല്ല് 4 സെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഈ 4 വേരിയബിൾ ഉണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 4 വേരിയബിൾ ഉണ്ട്. 4 വേരിയബിൾ ഉണ്ടുമ്പോൾ 16 സെല്ലിന്റെ ഒരു കെ മാപ്പ് ഞാനിവിടെ വരച്ചു. ഇനി ഇതിൽ ഫസ്റ്റ് സെല്ല് വരുന്നത് M0 ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ഞാൻ ഓർഡർ പറഞ്ഞായിരുന്നു. ഇവിടെ ഫസ്റ്റ് 0, പിന്നെ 1 2 അറ്റത്തേക്ക് വരും, സെന്ററിൽ 3 വരും. ആ ഓർഡറിൽ നമ്മൾ M ഇട്ടുകൊണ്ട് ഇതിന് കൂടെ M ഇട്ടുകൊണ്ട് എല്ലായിടത്തും എഴുതി വെക്കാം. ആ 15 ഇവിടെ ലാസ്റ്റ് 15 വരും. അതുവരെ നമ്മൾ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതില് പറഞ്ഞേക്കണ ഏതാണ്? 1 അപ്പൊ സെല്ല് 1 M1 1 കൊടുക്കാം. M1 എന്ന് പറയുമ്പോൾ ഈ സെല്ല, ഈ സെല്ലിൽ 1 പ്ലോട്ട് ചെയ്തു. ക്ലിയർ ആണോ അത്? ഇനി അടുത്തത് 5 ആണ്. അപ്പൊ M5 എവിടെയാണ് നോക്കാം, അതിന് താഴെ ആ സെല്ലിലും 1 കൊടുത്തു. പിന്നെ വരുന്ന M7 അതിന്റെ ഇപ്പുറത്തെ സെല്ല്, അതിലും 1 കൊടുത്തു. പിന്നെ 9 എന്ന് പറയുമ്പോൾ ഏറ്റവും അടിയിൽ ഈ സെന്ററിൽ അതിലും 1 കൊടുത്തു. പിന്നെ 50-ലും 1 കൊടുത്തു. ഇങ്ങനെ നമുക്ക് 4 ഇപ്പൊ ഈ 5 ഞാനിവിടെ പ്ലോട്ട് ചെയ്തു. ക്ലിയർ ആണോ പ്ലോട്ട് ചെയ്തത്? അപ്പൊ നമ്മൾ ഇങ്ങനെ 2 തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി വരുന്നത് ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നതും, പിന്നെ ഒരു ഡോൺ കെയർ കണ്ടീഷൻ വന്നാൽ അതെങ്ങനെ വരും എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ അടുത്ത നോക്കിയ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്, ഒരു 8 സെല്ല് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. 2 1 ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സീറോസ് ഉള്ള സെല്ലുകൾ ഒന്നും. നമുക്കിപ്പോ നേരത്തെ നമ്മൾ 1 ഇട്ടിട്ട് ബാക്കിയുള്ള സെല്ലുകളൊക്കെ 0 ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്തേ? ഈ 1 മാത്രം നമ്മൾ ഇവിടെ തന്നിരുന്ന ടേമുകൾ വെച്ചിട്ട് 1 ഇട്ട് കൊടുത്തു. ബാക്കി ഒഴിഞ്ഞു കിടന്ന സെല്ലുകളൊക്കെ 0 പുട്ട് ചെയ്തു. അതേപോലെ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ 1 ഉണ്ട് 0 ഉണ്ട് ഇങ്ങനെ ഒരു കെ മാപ്പ് തന്നിട്ടുണ്ട്. ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കണം. അപ്പൊ ഗ്രൂപ്പ് എങ്ങനെയൊക്കെ ചെയ്യാന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. വലിയ സെല്ല് തരുമ്പോൾ നമുക്ക് ഏറ്റവും വലുതായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന സെല്ല് ആദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ 2 1 ഉള്ളൂ. അപ്പൊ ഈ 2 1 നമുക്ക് ഈ 2 റോകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഈ 2 കോളങ്ങൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇരിക്കുന്ന റോ ഏതാണ്? എ കോംപ്ലിമെന്റ് ആണ് അല്ലെ? ഇരിക്കുന്നത് എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആദ്യം എ കോംപ്ലിമെന്റ് കൊടുക്കാം. പിന്നെ കോമൺ ആയിട്ട് ഈ 2 സെല്ലുകൾ വരുന്നുണ്ട്. ഈ 2 സെല്ലിലും കോമൺ ആയിട്ട് വരുന്നത് നോക്കിയതിന്റെ മുകളിൽ ബി ബാർ സി ബി സി, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് സി ആണ്. അതിന്റെ സിയും കൊടുക്കാം. അപ്പൊ നമുക്ക് എ ബാർ സി എന്ന് കിട്ടി. ക്ലിയർ ആണോ അത്? നടുക്കുള്ള 2 സെല്ല് 2 നമ്പറുകൾ അടുത്തടുത്ത് 2 1 വന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെയിം ഇതേ ഫിഗർ തന്നെയാണ്. ഇതിന്റെ ഈ മൂലയിൽ ഒരു 1 ഉണ്ട്, ഈ കോർണറിൽ ഒരു 1 ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ അഡ്ജസ്റ്റന്റ് സെല്ലുകളൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പൊ ഈ 1 ഇത് ശരിക്കും ഫിഗർ ഇങ്ങനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ 2 1 തമ്മിൽ അടുത്തടുത്ത സെല്ലുകളല്ലേ, നൈബറിംഗ് സെല്ലായിട്ട് നമുക്ക് ഇതിങ്ങനെ കൂട്ടി മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈബറിംഗ് സെല്ലാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ 1-നെയും ഈ 1-നെയും കൂടി വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന സെല്ല് ഏതിലാണ്? എ എന്ന റോയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എ കൊടുക്കാം. എന്നിട്ട് ഇവിടെ അതിന്റെ മുകളിൽ ഏത് കോളമാണ് നോക്കിയേ? ബി സി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന സി കോംപ്ലിമെന്റ് എടുക്കാം. അപ്പൊ നമുക്ക് എ സി കോംപ്ലിമെന്റ് ആയി. അപ്പൊ അത് ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് മൂന്നാമത്തെ ഈ സെല്ല് കണ്ടോ, ഇവിടെ താഴെ ഇങ്ങനെയാണ് 2 1 കണക്ട് ചെയ്തിരിക്കണത്. എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞേ? ഇവിടെ നമുക്ക് ബി സി ആണ് കോമൺ അല്ലെ? കോളത്തിന്റെ നെയിമാണ് കോളം വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ എ കോംപ്ലിമെന്റും എയും രണ്ട് റോയാണ്. അപ്പൊ നമുക്ക് ഈ എ കോംപ്ലിമെന്റും എനെ എടുക്കണ്ട. ആ ബി സി കോമൺ ആയിട്ട് വരുന്ന ആ ബി സിനെ മാത്രം എടുത്താൽ മതി. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സി കിട്ടും. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. അത് എ കോംപ്ലിമെന്റ് പ്ലസ് അത് നോക്കണ്ട. അത് നമുക്ക് ഇങ്ങനെ നമ്മളൊരു റൂൾ പഠിച്ചിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന്. അതുകൊണ്ടാണ് അത് 1 ആയിട്ട് പോണത്. അപ്പൊ 1 അടുത്ത ടേം. അപ്പൊ അടുത്ത ടേം വരുന്നത് ഇവിടെ എന്താണ്? ബി സി ആണ്. അപ്പൊ ആ ബി സി മാത്രം കൊടുത്താൽ മതി. അല്ല ബി സി എ കോംപ്ലിമെന്റ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പഠിച്ചില്ലേ നമ്മ റൂള്? ആ റൂൾ ഇവിടെ കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് പ്ലസ് എ എന്ന് പറഞ്ഞത് 1 ആയിട്ട് വരും. അപ്പൊ 1 × ബി സി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബി സി ആയിരിക്കും.
അതുകൊണ്ട് ഇതിന്റെ നേരെ മുകളിലുള്ള കോളത്തിന്റെ നെയിം മാത്രം മതി ബി സി എന്നുള്ളത്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത സെല്ലിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 റിസൾട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞേ. ഇതില് ബി സി ബി സി ഒരെണ്ണം, പിന്നെ എ കോംപ്ലിമെന്റ് സി. എ കോംപ്ലിമെന്റ് സി. അപ്പൊ അത് ക്ലിയർ ആയാലോ. ഇപ്പൊ ഇനി അടുത്തത് നോക്കിയേ, ഇതേപോലെ അടുത്ത താഴെ ഒരെണ്ണം കണ്ടില്ലേ, താഴെ കൊടുത്തേക്കണതിൽ ആ റെഡ് വരച്ചേക്കണത് ഇങ്ങനെ നമുക്ക് നാല് വണ്ണം അവിടെ ഒന്ന് എഴുതട്ടെ. അപ്പൊ ഈ അടിയിൽ വന്നേക്കണ ക്വസ്റ്റിനിൽ 4 വണ്ണുണ്ട്. ഇവിടെ ഒരു വണ്ണ്, ഇവിടെ ഒരു വണ്ണ്, താഴെ വണ്ണ്, മുകളിൽ വണ്ണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാം, അടിയിലേക്ക് ഒരു ഗ്രൂപ്പ് എടുക്കാം, അതേപോലെ ഇതിന് മുകളിലേക്ക് ഒരു ഗ്രൂപ്പ് എടുക്കാം. നോക്കിയേ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ബി സി എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലെ. ബി സി കോളം വരുന്നത് ഈ മുകളിലത്തെ കോളത്തിനും അടിയിലത്തെ കോളത്തിനും കോമൺ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കോളത്തിന് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു കോളവും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 എടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ 3 കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 കോളം വെച്ച് സെറ്റ് ചെയ്താൽ മതി. അത് ഇവിടെ ഒരു 1 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 ഇപ്പുറത്താണെങ്കിൽ നമുക്ക് 4 ഒരുമിച്ച് സെറ്റ് ചെയ്യാം. ഏറ്റവും വലിയ നമ്പറുകൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടാൻ, ചെറിയ വാല്യൂ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഇത് 2 സെല്ലുകൾ ഇങ്ങനെ 2 സെല്ല് എടുക്കുക, ഇങ്ങനെ 2 സെല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വേണ്ട, ഇങ്ങനെ ഈ ബി സി സെല്ലിനെ നമുക്ക് എടുത്തിട്ട് ഒരു സെല്ല് നമ്മൾ ഉണ്ടാക്കണ്ട, നമുക്ക് 2 സെല്ല് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ ബി കോംപ്ലിമെന്റ് സിയിലും ബി സിയിലും ആയിട്ട് ഒരു സെല്ല് എടുക്കുക, അടിയിലത്തെ എയുടെയും ബി സിയും ബി കോംപ്ലിമെന്റ് വെച്ചിട്ട് അടിയിലത്തെ 2 സെല്ല് ഫോം ചെയ്താൽ മതി. ഈ നേരെ ഞാൻ ഡാർക്ക് ചെയ്തേക്കണ ആ സെല്ലിന് എന്ത് വേണ്ട, അതിനെ നമുക്ക് എടുക്കണ്ട. അപ്പൊ 2 സെല്ലുകൾ കിട്ടും. ആ 2 സെല്ലിന്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞേ. എ കോംപ്ലിമെന്റ് സിയും എ ബി. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇപ്പുറത്തെ ക്വസ്റ്റ്യനിൽ നേരിട്ട് ഒരു റോയിൽ മൊത്തം 1 ആണ്. അപ്പൊ ആ റോയുടെ പേര് എന്ത് വരും? എ വരും. അങ്ങനെ അയക്കാം. ഇതേപോലെ തന്നെ ഇത് താഴോട്ടായിരുന്നെങ്കിലും ആ ഒരു സെല്ലിന്റെ ആ കോളത്തിന്റെ പേര് മാത്രം മതി. അത് നേരത്തെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെന്ററിൽ വന്നു. ഈ സെന്ററിൽ 4 വന്നപ്പോ ഇത് എങ്ങനെ കോളം ചെയ്യും, ഇതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? 4 എണ്ണത്തിന് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്. ഈ അടുത്ത 4 സെല്ലുകളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഈ റോ രണ്ടും കോമൺ ആയിട്ട് വരുന്നത് എന്താണ് ഇവിടെ? ബി അല്ലെ. ഈ 2 റോയിലും ഇങ്ങനെ വരുമ്പോ ഈ 2 റോ എടുത്തു കഴിഞ്ഞാൽ ഈ 2 റോയിൽ കോമൺ ആയിട്ട് വരുന്നത് ബി. ക്ലിയർ ആണോ അത്? അതുപോലെ കോളത്തിൽ ഈ 2 കോളം കോമൺ ആയിട്ട് വരുന്നത് ഡി. അപ്പൊ നമുക്ക് വൈ എന്ന് എഴുതാം, ബി. ക്ലിയർ ആണോ അത്? ബിയും ഡിയും. ബിയും ഡി അത്രേ ഉള്ളൂ. വൈ ഇസ് ഈക്വൽ ടു ബി ഡി ആയി. ഇനി അടുത്ത കോളം നോക്കിയേ. അടുത്ത സെല്ലില് നമുക്ക് ഈ അറ്റത്തെ കോർണറിലെ ഈ 2 സെല്ലുകളാണ്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എഴുതാം. പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എഴുതുന്നതിലും ഇങ്ങനെ ഇത് രണ്ടെണ്ണമായിട്ട് എഴുതുന്നതിലും ഏറ്റവും ചെറുത് ഫോം ചെയ്യുന്നതിനും എളുപ്പമാണ് വലുത് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2 കൂടി കൂട്ടിയിട്ട് ഒറ്റ സെല്ലായിട്ട് ഇതേപോലെ 4 എണ്ണത്തിന്റെ ഒറ്റ സെല്ലായിട്ട് നമുക്ക് ഇതിനെ ആൻസർ കിട്ടും. അപ്പൊ നോക്കി ഇതിന്റെ ആൻസർ എന്തായി വരുന്നു? പിന്നെ കോളത്തിൽ കോമൺ ആയിട്ട് ഏത് വരും? ബി കോംപ്ലിമെന്റ് വരും. അതുപോലെ ഇത് നോക്കിയേ, 4 കോർണറിലും 1 1 ആണ്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റന്റ് സെല്ലുകളായിട്ട് ഇതിന് ഇങ്ങടും ഇതിനെ മുകളിലോട്ടും അങ്ങനെ മുകളിലോട്ടും ഇങ്ങനെ എടുക്കാം. മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക്, ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക്, ഇവിടെ നിന്ന് ഇത് തുറന്നിട്ട് ഇങ്ങനെ വെക്കാം. അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ 4 സെല്ലുകൾ ഇതുപോലെ കണക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏത് വരും?
അപ്പൊ ഗ്രൂപ്പ് ചെയ്യാൻ പഠിച്ചല്ലോ. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആ. രണ്ട് എഴുതിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് ചെയ്ത് നോക്കാം, ഇത് ചെയ്തോ. ഒന്ന് എഴുതട്ടേട്ടാ. ലാസ്റ്റത്തെ 2 ബോക്സ് അല്ലേ? ഇവിടെ റഫായിട്ട് 2 ഫിഗർ പഠിച്ചിട്ടില്ലേ അത്. ഞാൻ ആൻസർ പറയാതില്ല, ഈ ആൻസർ കിട്ടുമോ എന്നുള്ളത് നോക്കിക്കോട്ടോ. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ആ. ആൻസർ ഞാൻ വരച്ചോണ്ടിരിക്ക. ആ മിസ് ഫസ്റ്റത്തെ ഫിഗറിൽ ആ മിഡിലുള്ള 4 ഗ്രൂപ്പ് ആക്കാണോ ചെയ്യാ? 4 ഗ്രൂപ്പ് ആക്കാം. താഴെ വരുന്ന താഴെ ഒരെണ്ണം ഒറ്റയ്ക്കാവില്ലേ? ഒറ്റയ്ക്കാക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ 1 മിക്സ് ചെയ്യാൻ പറ്റുമോ? ഇത് ഇങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യാം. നമുക്ക് 4 ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ഇവിടെ സെന്ററിൽ 4 ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ഇവിടത്തെ സെന്ററിലെ ഇത് ഇങ്ങോട്ട് തുറന്നുകൊണ്ട് ഇപ്പുറത്തെ സെന്ററിലെ സൈഡിലത്തെയും കൂടിയിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരുമിച്ചാക്കാം. ഇതിനൊരുമിച്ച് വീണ്ടും വേണമെങ്കിൽ 4 അങ്ങനെ വെക്കാം അല്ലേ? വെക്കാം. അപ്പൊ ഇതില് 3 വരില്ലേ? 3 വരും. അത് നമുക്ക് ലാസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്ന സെല്ല് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആ 8 കൂടി ഒറ്റ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 7 ഉള്ളൂ. 7 ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. പിന്നെ 6 ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ സെന്ററിലത്തെ 4 വെച്ച് ഒരു ഗ്രൂപ്പ് ആക്കാം, ഇപ്പുറത്തെ 4 വെച്ച് ഒരു ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് വീണ്ടും ഈ സെന്ററിൽ എടുക്കുന്ന ഈ ടൈമിനെ വെച്ചുകൊണ്ട് ഇതിനെ വെച്ചുകൊണ്ട് ഇപ്പത്തെ ടൈമായിട്ട് ഒന്നുകൂടി ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ 3 ഗ്രൂപ്പ് കിട്ടും. പേരെങ്ങനെ വരിക? പേര് മുകളിൽ നിന്ന് കിട്ടി. AB AD കിട്ടുമെന്ന് നോക്കിയേ. ഈ ഏറ്റവും അറ്റത്തില്ലേ ജോയിൻ ചെയ്യണ അതിന്റെ പേര് എങ്ങനെയാ? ഇവിടെ എന്താ പറയുക? ഇവിടെ ശരിക്കും ഇവിടെ 4 വരുമ്പോ നമുക്ക് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഇത് എ കോംപ്ലിമെന്റ് ബി ഇവിടെ എ ആയിരിക്കും. അപ്പൊ അപ്പുറത്ത് എന്താ വരാ? അപ്പുറത്ത് ഈ 2 സെല്ലിലും ഡി കോംപ്ലിമെന്റ് അല്ലേ വരാ? അങ്ങനെ വരും. അപ്പൊ എ ഡി കോംപ്ലിമെന്റ് വരും 1. പിന്നെ ഈ സെന്ററിൽ വരുമ്പോ ഈ സെന്ററിൽ എയും ഡിയും വരും. ഒരു എ ഡി വരും, ഒരു എ ഡി കോംപ്ലിമെന്റ് വരും, ഒരു എ ബി വരും. ലെഫ്റ്റ് സൈഡില് എ ബിയിലത്തെ എ ആണോ എടുക്ക? ലെഫ്റ്റ് സൈഡില് കോമൺ ആയിട്ടുള്ള 2 കോമൺ ആയിട്ടുള്ളത് വരണം. ഇങ്ങനെയാണ് ഇവിടുത്തെ. അല്ല അത് എ ബി വെച്ച് അല്ല മിസ് മറ്റേ ജോയിൻ ചെയ്യുന്ന ഭാഗമില്ലേ? ആ 1 റൈറ്റ് സൈഡത്തെ 1 ലെഫ്റ്റ് സൈഡത്തെ 1. അതിൽ കോമൺ ആയിട്ട് ഈ റോ വരുന്നത് ഏതാ? ഈ റോയിൽ വരുന്നത് എ ബി ആണ്. അവിടെ മതി.
അത് എ ബി ആയിട്ട് എ എഴുതിയാൽ ബി മതി. മൊത്തം എടുക്കണം അല്ലേ? അത് തന്നെ എ ബി ആയിട്ട്. പിന്നെ ഈ 4 എ ഡി കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഇത് ചെയ്തപ്പോ നമുക്ക് അടുത്തിട്ടാണ് 4 എ ബി അല്ലേ? രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എ കേട്ടോ, പറയാൻ മറന്നുപോയി. ഒരു വാരിയബിളിന്റെ പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഇതില് എ ബി ഡി കോംപ്ലിമെന്റ് എ ഡി എ അതെ, സി ഇവിടെ അങ്ങനെ കിടക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നാളെ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ സിസ്റ്റത്തില് വാട്സപ്പ് എടുക്കാൻ പറ്റാത്ത കാരണം, സിസ്റ്റത്തിൽ എടുക്കാൻ കാരണം ലാപ്പിലേക്ക് കയറിയില്ല. എനിക്ക് ഇതിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റിനോട് കിടന്നോട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഞാൻ അടുത്തൊന്നും ചെയ്ത് കാണിച്ചു തരാം. ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നടുക്കത്തെ 2 സെല്ലുകളാണ്. അപ്പൊ നമുക്ക് കോളത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 4 കോളം 4 കോളത്തിൽ നിന്ന് നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ റോയിൽ മാത്രം പറ്റുള്ളൂ. അപ്പൊ ഈ എ ബി സെക്ഷനിലെ കോമൺ ആയി കിടക്കുന്ന ഈ 2 റോയിൽ കോമൺ ആയിട്ട് വരുന്ന എന്താണോ അതായിരിക്കും എന്റെ ആൻസർ. അല്ല, ഇത് 4 ആക്കി എടുക്കാൻ പറ്റില്ല? അങ്ങനെ എടുക്കണ്ട, ചെറുതാക്കണ്ട, വലുതാക്കി ഒറ്റ ഫോം ചെയ്ത ഒറ്റതിൽ റിസൾട്ട് കഴിഞ്ഞില്ലേ നമുക്ക്. ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആക്കാല്ലേ? ഒറ്റ ഗ്രൂപ്പ് ആക്കാം. 8 ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യാം. അതുകൊണ്ട് അത് 8 ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ആണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് പറയുന്നത്. ആ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ബി നമുക്ക് ആണ് ആൻസർ. ബി ആണ് ആൻസർ. ഇനി അടുത്തൊരു മെത്തേഡ്. അപ്പൊ ഈ ക്വസ്റ്റിനോട് കിടക്കണ്ട, ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഇത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ഭാഗം വരുന്നത് y is equal to ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ടേം വെച്ചുകൊണ്ട് ഒരു വലിയ ടേം തന്നിട്ടുണ്ട്, അത് കെ മാപ്പ് വെച്ചിട്ട് കൊണ്ട് അത് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി എഴുതാം. അല്ലെങ്കിൽ നമുക്ക് റൂളുകൾ വെച്ചിട്ട് വേണം ചെറുതാക്കാനായിട്ട്. റൂള് വെച്ച് പറയുന്നത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇപ്പൊ കെ മാപ്പ് വെച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ തന്നേക്കുന്നത്. അപ്പൊ ഒരു ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്ത് ചെറിയൊരു ഫോമിലേക്ക് ആക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു y തന്നിട്ടുണ്ട്, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഡി പ്ലസ് എ ബി സി ഡി സി കോംപ്ലിമെന്റ് ഡി കോംപ്ലിമെന്റ്, അതുപോലെ എ കോംപ്ലിമെന്റ് ബി ഡി പ്ലസ് എ ബി സി ഡി കോംപ്ലിമെന്റ്. അപ്പൊ ഇത് മൊത്തം നോക്കിയേ, എല്ലാത്തിലും 4 ടേം തന്നിട്ടുണ്ട്. ഈ 4 ടേമിൽ 2 ടേമിൽ 3 വാരിയബിളും 2 ടേമിൽ 4 വാരിയബിളും. അപ്പൊ നമുക്ക് ഇത് ഓർഡറിലല്ല, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല എടുക്കണം. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിട്ട് എന്ത് വേണം? ആ 3 ഉള്ളതിൽ എന്ത് ചേർക്കണം? ഇല്ലാത്തതിനെ ആ ടേമും അതിന്റെ കോംപ്ലിമെന്റും വെച്ചിട്ട് 2 ടേമും കൂടി ഉണ്ടാക്കിയിട്ട് ആ 4 എന്നുള്ളത് എന്തായിട്ട് മാറും? ഇപ്പോ 2 4 6 മാറും. അത് അടിയിൽ ചെയ്തത് ക്ലിയർ ആണോ നോക്കി അടി ചെയ്തേക്കണത്. ഇപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് എല്ലാത്തിന്റെയും കൂടെ അതിന്റെ ഏത് വേരിയബിൾ ആണ് ഇല്ലാത്ത അതിന് കോംപ്ലിമെന്റും അല്ലാത്തത് എഴുതാം. അങ്ങനെ എഴുതിയപ്പോ ഇത് ഫസ്റ്റത്തില് സി ഇല്ലായിരുന്നു. അപ്പൊ സി വെച്ചിട്ടുള്ളതും സി കോംപ്ലിമെന്റ് വെച്ചിട്ട് ഒരെണ്ണം എഴുതി. സെക്കൻഡ് ടേം അങ്ങനെ തന്നെ എഴുതി. പിന്നെ തേർഡ് ടേമിൽ വീണ്ടും സി ഇല്ല. അപ്പൊ വീണ്ടും അവിടെ സിയും സി കോംപ്ലിമെന്റ് വെച്ചിട്ട് അടുത്ത് എഴുതാം. പിന്നെ ലാസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് 6 ടേമായി അല്ലെ? 4 ടേം ഉണ്ടായിരുന്ന ടേം ഇപ്പൊ 6 ടേമായി. ഇനി അതിലെ ഫസ്റ്റ് ടേം എടുക്കാം. ഫസ്റ്റ് ടേമിൽ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി ഡി. അപ്പൊ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് വരുന്നത് നമ്മുടെ ഫസ്റ്റത്തെ റോ ആണ് അല്ലെ? ഫസ്റ്റത്തെ റോയില് സിയും ഡിയും വരണമെങ്കിൽ ഏത് വരണം? 3ാമത്തെ കോളം വരണം. ക്ലിയർ ആണോ അത്? ഞാൻ ഈ ആരാ വെച്ചേക്കണത് അല്ലെ? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റത്തെ ടേം ഇതായിരുന്നു, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഫസ്റ്റത്തെ റോ അതിൽ സിയും ഡിയും. അപ്പൊ വരുമ്പോ 3ാമത്തെ കോളം വളരെ വണ്ണു. ഇനി അടുത്തത് നോക്കിയേ, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് ഡി. അപ്പൊ ഏത് വരും? സി കോംപ്ലിമെന്റ് ഡി എന്ന് പറയുമ്പോ ഇത് തന്നെ, എ കോംപ്ലിമെന്റ് കൊടുത്തു. അപ്പൊ ഇനി ബാക്കിയുള്ളത് പുട്ട് ചെയ്തേക്കണം. ബാക്കി 4 ചെയ്തത് കറക്റ്റ് ആണോ നോക്കിയേ. ഫസ്റ്റത്തെ റോയില് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയില് അടുത്തത് നോക്കിയിട്ട് ഇതിൽ നോക്കിക്കൊണ്ട് അത് ചെയ്തേക്കണം. കറക്റ്റ് ആണോ നോക്കി. ബോക്സ് വരയ്ക്കിട്ട് പണിയാ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ വന്നിട്ട് ഒരു സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ കെ മാപ്പ് വന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇത് സോപ്പ് വെച്ചിട്ടും ഫോഴ്സ് വെച്ചിട്ടും ചെയ്യാം. സോപ്പ് വെച്ചിട്ടായിരിക്കും ഇമ്പോർട്ടന്റ്. ഫോഴ്സ് അത്രയ്ക്ക് അങ്ങനെ കണ്ടിട്ടില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ അതിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ആ 4 ആ 6 വണ്ണ് വന്നത് കറക്റ്റ് ആണോ? ക്ലിയർ ആണോ അത്? ചെയ്യണം.
ആ മിസ്. എന്ത് കിട്ടി? ഇത് കിട്ടിയോ? അതുപോലെ കിട്ടിയോ? ആ കിട്ടി. ജോയിൻ ചെയ്തോ? ആ ഗ്രൂപ്പ് ചെയ്തു. ഇനി പേര് എ ബിയും എ ബി ഡി കോംപ്ലിമെന്റ്, പിന്നത്തത് ഈ നാലെണ്ണത്തിന്റെ ഗ്രൂപ്പ് പിന്നെ എ കോംപ്ലിമെന്റ് ഡി. ഡി. ഓക്കെ. ഇത് തമ്മിൽ എന്ത് എഴുതണം? y is equal to, ഇത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അടുത്ത പ്രൊഡക്റ്റ് നമ്മുടെ സമ്മാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ടേമുകൾ സം ചെയ്യാം. അത് എ കോംപ്ലിമെന്റ് ഡി പ്ലസ് എ ബി ഡി കോംപ്ലിമെന്റ്. അതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. ഇങ്ങനെ y കിട്ടണം. ഇത് ഇത്രേ ഉള്ളൂ സംഗതി, ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് മെത്തേഡിൽ ക്വസ്റ്റ്യൻ തരാന്ന് പറഞ്ഞു. ഫസ്റ്റ് y തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചെയ്തു. അടുത്തത് എഫ് എ ബി സി ഡി സിഗ്മ എം തന്നിട്ട് കുറച്ച് വാരിയബിൾ തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് ഫോം ചെയ്യണം. ബി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കണം നോക്കിയേ. ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇതേപോലെ നേരത്തെ പ്ലോട്ട് ചെയ്ത പോലെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എഫ് എ ബി സി ഡി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 4 വേരിയബിൾ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ 4 വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കേണ്ടത്. എഫ് എ ബി സി ഡി എന്ന് പറഞ്ഞു. അത് ഈക്വൽ ടു സിഗ്മ മ്യൂ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്പേഴ്സിലൊക്കെ എന്ത് ചെയ്യാ? 1 ഇട്ട് വയ്ക്കാം. അപ്പൊ ആദ്യം ഇതുപോലെ നേരത്തെ വരച്ച പോലെ 16 സെല്ലുള്ളൊരു കെ മാപ്പ് വരയ്ക്കുക. അതില് ഫസ്റ്റ് സൈഡ് എ ബിയും സെക്കൻഡ് സൈഡ് സി ഡിയും കൊടുക്കുക. എന്നിട്ട് 0-ൽ 1 കൊടുക്കുക, 1-ൽ 1 കൊടുക്കുക, 2-ൽ കൊടുക്കുക. അപ്പൊ M0-ൽ M1-ൽ M2-ൽ M4-ൽ അങ്ങനെ പറഞ്ഞേക്കുന്ന നമ്പറിലൊക്കെ 1 കൊടുക്കാം. എന്നിട്ട് അത് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. നോക്കി ചെയ്യാൻ പറ്റുമോ? ഇത് ഗ്രൂപ്പ് പ്ലോട്ട് ചെയ്താ? ബോക്സ് വരച്ചോണ്ടിരിക്കുക. റഫായിട്ട് വരച്ചാൽ മതി, പിന്നെ വരച്ചാൽ മതി, നീങ്ങൂല. ക്ലച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരച്ച് എഴുതാ. നാളെ എനിക്ക് കാണിച്ചു തന്നാൽ മതി ചെയ്തിട്ട്. ഇപ്പൊ നോക്കിയേ, ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലെല്ലാ നമ്പേഴ്സും പ്ലോട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഈ 8 1 ഒരുമിച്ച് വന്നേക്കണം. കാരണം ഈ 2 കോളത്തിന് ഒറ്റ സെല്ലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഇത് കിട്ടും, ഒരു ഗ്രൂപ്പിങ് കിട്ടും. പിന്നെ ഇപ്പുറത്ത് നോക്കി, ഇപ്പുറത്ത് 3 എണ്ണം വരും. 3 എണ്ണം വരുമ്പോ ആദ്യത്തെ 2 എണ്ണവും ഈ സൈഡിലെ 2 എണ്ണവും ഇപ്പുറത്തെ സൈഡിൽ 2 എണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പോസിബിൾ ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിലത്തെ 2 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒറ്റ നമ്പർ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ നമുക്ക്. 2n പവർ ആയിട്ടുള്ളത് മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും 3 നമ്പർ വെച്ചിട്ട് 3 1 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ മുകളിലത്തെ 2 എണ്ണവും അതിന്റെ ലെഫ്റ്റ് സൈഡിലെ 2 എണ്ണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ 4 എണ്ണായില്ലേ? 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പിംഗ് ആയി. പിന്നെ നോക്കിയേ, അടിയിലത്തെ 1 ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ആ അടിയിലത്തെ 1 ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അതിന്റെ മുകളിലത്തെ 1ഉം അടിയിലത്തെ 1ഉം കൂടി ലെഫ്റ്റ് സൈഡിൽ
അതിന്റെ സ്ഥാനത്തുള്ള 2 വെച്ചിട്ട് വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ 3 ഗ്രൂപ്പിംഗ് കിട്ടും. പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എനിക്ക് നാളെ കാണിച്ചു തന്നാൽ ചെയ്തിട്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡോൺ കെയർ കണ്ടീഷൻ. ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണം നോക്കിയേ, ഒറ്റ 1 ഉള്ളൂ, പിന്നെ നമുക്ക് മൊത്തം 0യും 2 എക്സ് ഇട്ട് വന്നിട്ടുണ്ട്. ഡോൺ കെയർ കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 1 പകരം അവിടെ എക്സോ അല്ലെങ്കിൽ ഡിയോ തന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഡോൺ കെയർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് അതിന് ഗ്രൂപ്പ് ചെയ്യണ്ട. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് 1 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് 1 ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, അതിനെ കെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ഈ ഡോൺ കെയർ എന്ന് പറഞ്ഞ ടേം. അപ്പൊ നമുക്ക് ഒരു സെല്ല് തന്നിട്ടുണ്ട്, ഒരു കെ മാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 വേരിയബിൾ ആണ്, 8 സെല്ലുണ്ട്, ഒരു 1ഉം 2 എക്സും, ബാക്കിയുള്ളത് മൊത്തം 0യും. അങ്ങനെയാണെങ്കിൽ ഈ 1നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. 1നെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തിരിക്കുന്ന ഈ 0നായിട്ട് ഗ്രൂപ്പ് ചെയ്യാം, ഈ എക്സിനായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. 0നായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല, എക്സിനായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ 2 എക്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ വേണ്ടു, ഒരു 1 ഉള്ളൂ, നമുക്ക് ഒരു എക്സ് ഗ്രൂപ്പ് ചെയ്യണ്ടു. മറ്റേ എക്സ് നമുക്ക് 1 ആണ് കിടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പിംഗ് ആണ് നമുക്ക് പോസിബിൾ, ലാർജ് ഗ്രൂപ്പിംഗ് ആണ് പോസിബിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഡോൺ കെയർ വരുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ഒരെണ്ണത്തിന് മാത്രമായിട്ട് ചെയ്താൽ മതി, മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേത് അവിടെ കിടന്നോട്ടെ, അതിന് നമ്മൾ എടുക്കണ്ട. അപ്പൊ ഈ 1ഉം എക്സും തമ്മിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എയും കിട്ടി, മുകളിൽ സി ആണ് കോമൺ, അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ AC എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ ഇതിനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് അതുപോലെ ചെയ്യാം. അടുത്തത് ഇതേപോലെ ക്വസ്റ്റ്യൻ തരാം. ഫൈൻഡ് ദ റെഡ്യൂസ്ഡ് സ്ലോപ്പ് യൂസിങ് കെ മാപ്പ്. അതായത് റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, കെ മാപ്പ് വെച്ചിട്ട് സ്ലോപ്പ് റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ABCD എന്ന് കാണുമ്പോൾ നമുക്കറിയാം 4 വേരിയബിൾ ഉണ്ട്. സിഗ്മ എം എന്ന് പറയുമ്പോൾ അത് സ്ലോപ്പ് ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് 1, 3, 7, 11, 15. ഈ 5 വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിഗറിൽ ഇതേപോലെ പ്ലോട്ട് ചെയ്യാം. എവിടേക്കാണ് ഈ 5 പറഞ്ഞേക്കുന്നത്, 5 പ്ലോട്ട് ചെയ്യാം. ഇവിടെ താഴേക്കും ഈ ഒരെണ്ണമായിട്ട് പ്ലോട്ട് ചെയ്തു. പിന്നെ പ്ലസ് ഡി പറഞ്ഞിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡോൺ കെയറിനെ ഡി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഡോൺ കെയർ ആയിട്ട് 0യിൽ നമ്മൾ എന്ത് കൊടുക്കണം, എക്സ് കൊടുക്കണം. അപ്പൊ 0th സെല്ലിൽ എന്ത് കൊടുക്കുക, ഈ എക്സ് കൊണ്ട് പുട്ട് ചെയ്യാം. പിന്നെ വരുന്നത് 2 സെല്ല് എന്ന് പറയുമ്പോൾ ഇവിടെ അവിടെ ഒരു എക്സ് കൊടുക്കുക, പിന്നെ 4ലും കൊണ്ടുവന്ന് ഒരു എക്സ് കൊടുക്കുക. ഇതുവരെ ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഇനി ഈ 4 എണ്ണത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഈ 4 എണ്ണം വലിയ ഒറ്റ ഗ്രൂപ്പായിട്ട് നമുക്ക് CD എടുക്കുക. അപ്പൊ നമുക്ക് CD കിട്ടി. ഇനി ഇതിൽ നോക്കിയാൽ ഈ 2 എണ്ണം വെച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ 2 ഡോൺ കെയർ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു വലിയൊരു ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒറ്റ ഗ്രൂപ്പായിട്ട് നമുക്ക് അതിനെ ഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്. അപ്പൊ വൈയുടെ വാല്യൂ A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് പ്ലസ് CD എന്ന് കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ക്വസ്റ്റൻ ഈ കാണുന്നതൊക്കെ ഞാൻ ഈ ഇവിടെ തുടങ്ങി ഇവിടെ വരെ പറഞ്ഞേക്കണം. ഇതൊക്കെ ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ ഇട്ടേക്കണാണ്, ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേഗം എഴുതിട്ടെ. ഈ 4 ക്വസ്റ്റ്യൻ ഇത് ഡോൺ കെയർ ആണ്. പിന്നെ ഇത് ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ. ഈ 5 വേരിയബിളും കൂടി നമുക്ക് പറയണം, അതും കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ PDF സെൻഡ് ചെയ്ത് തരാം, എഴുതെടുക്കണ്ട. അപ്പൊ ഇപ്പൊ തന്നെ സെൻഡ് തരാം. അപ്പോഴേക്ക് ഇനി ഇതിൽ ഒരു കേസ് കൂടി, ഇപ്പൊ 4 വേരിയബിൾ വരെ ഉള്ളത് പറഞ്ഞു. നമ്മൾ 5ാമത്തെ വേരിയബിളിന്റെ കേസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയില്ല, അത് പറഞ്ഞിട്ടില്ല. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇട്ടേക്കണത്. അപ്പൊ പോസ് വരുന്ന കേസ് പറയാം, അതവിടെ നിൽക്കട്ടെ. 5ാമത്തെ വേരിയബിളിന്റെ കേസ് ഉണ്ട്. പോസ് വരുന്നത് എങ്ങനെ പറയാം. നേരത്തെ സോപ്പ് കൊടുത്തിരുന്നപ്പോ അവിടെ എന്തായിരുന്നു, മാക്സ് ടേം എന്ന് പറയുന്നത് A ഇൻറ്റു B കോംപ്ലിമെന്റ് ഇൻറ്റു C കോംപ്ലിമെന്റ് ഇൻറ്റു D ആയിരുന്നു. ഇതിനിടയിലൊക്കെ പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്താവും, മാക്സ് ആവും, അതായത് പോസ് ആവും. പോസ് ആവുമ്പോൾ A ഉണ്ടായിരുന്നത് A കോംപ്ലിമെന്റ് ആവും, A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് ആയിരുന്നു B ആവും, C ഉണ്ടായിരുന്നത് C കോംപ്ലിമെന്റ് ആവും, D കോംപ്ലിമെന്റ് എന്നുള്ളത് D ആവും. എന്നിട്ട് ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഇൻറ്റു ഒക്കെ എന്താവും, പ്ലസ് ആവും. അതായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ. സോപ്പിനെ പോസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതൊക്കെ പ്ലസ് ആവും, കോംപ്ലിമെന്റ് ഉള്ളിടത്തൊക്കെ കോംപ്ലിമെന്റ് ഇല്ലാണ്ടാവും, ഇല്ലാത്തടത്ത് കോംപ്ലിമെന്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നേരത്തെ കൊടുത്ത പോലെ ഈ കെ മാപ്പ് ഇതുപോലെ തന്നെ കൊടുക്കുക. 4 സെല്ലുള്ള കെ മാപ്പ് എത്ര സെല്ല് വേണമെങ്കിലും വരാം, 4 സെല്ല് എടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ A ഇൻറ്റു B എഴുതിയതിന് പകരം ഇവിടെ A പ്ലസ് B വരും. കോഴ്സിൽ നമ്മൾ A പ്ലസ് ആണ് പഠിച്ചിരുന്നത്. അപ്പൊ A പ്ലസ് B വരും. അടുത്തത് A പ്ലസ് B കോംപ്ലിമെന്റ്
എ കോംപ്ലിമെന്റ് ബി പ്ലസ് ബി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് പ്ലസ് ബി. ഇപ്പുറത്ത് സി പ്ലസ് ഡി, സി പ്ലസ് ഡി കോംപ്ലിമെന്റ്, സി കോംപ്ലിമെന്റ് ഡി കോംപ്ലിമെന്റ്, സി ഡി കോംപ്ലിമെന്റ് പ്ലസ് ഡി വരും. ഒക്കെ പ്ലസ് ഇട്ട് വരും. ഇവിടുത്തെ പ്രത്യേകത എന്താ? എ ഉള്ളിടത്ത് 0 ആയിരിക്കും, എ കോംപ്ലിമെന്റ് ഉള്ളിടത്ത് 1 ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നത് എ കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നത് 0 ആയിരുന്നു, എ ഉള്ളിടത്ത് 1 ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് വരുമ്പോ എന്തായി? എ ഉള്ളിടത്ത് 0, എ കോംപ്ലിമെന്റ് ഉള്ളിടത്ത് 1. ക്ലിയർ ആണോ അത്? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൊടുത്തേക്കണം നോക്കിയേ. നേരത്തെ തന്ന പോലെ ഇവിടെ സിഗ്മയ്ക്ക് പകരം എം ആയിരിക്കും. പോസ്റ്റ് ടേം ആണെങ്കിൽ പൈ ആയിരിക്കും. പൈ ഇൻറ്റു ക്യാപിറ്റൽ എം. നമ്മൾ സോപ്പ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് സിഗ്മ ഇൻറ്റു എം ആയിരുന്നു. ഇവിടെ പൈ ഇൻറ്റു ക്യാപിറ്റൽ എം ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇത് പോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സെല്ലുകൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ സെല്ല് വരയ്ക്കുക. ഇവിടെ വരുന്നത് മാത്രം എന്താവും? ഇൻറ്റു ഉള്ളത് പ്ലസ് ആവും, ഇവിടെയും ഇൻറ്റു ഉള്ളത് പ്ലസ് ആവും. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ടേമുകൾ നമുക്ക് 1ന് പകരം ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 0 ആണ് പുട്ട് ചെയ്യേണ്ടത്. നേരത്തെ 1 ആണ് പുട്ട് ചെയ്തതെങ്കിൽ ഇവിടെ 0 പുട്ട് കൊടുക്കുക. ഇവിടെ 0th സെല്ലിൽ 0 കൊടുക്കുക, അതുപോലെ 2 സെല്ലിൽ 0 കൊടുക്കുക, 3 സെല്ലിൽ 0 കൊടുക്കുക, അങ്ങനെ 0 ഇട്ട് കൊടുക്കുക. ബാക്കി കമ്പൈൻ ചെയ്യുന്നതൊക്കെ നേരത്തെ പോലെ തന്നെ. ക്ലിയർ ആണോ? ഈ 4 സീറോസ് ഉള്ളത് സെല്ല് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെ വരും? ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? എ കോംപ്ലിമെന്റ് ഉണ്ട് അല്ലെ? എ കോംപ്ലിമെന്റ് വരും. അത് ഇതിന്റെയാണ് എ കോംപ്ലിമെന്റ്. ഇവിടെ എ കോംപ്ലിമെന്റ് വരും. പിന്നെ ഇത് രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? സി ഉണ്ട്. അപ്പൊ ഇതിന് താഴെ കിടക്കുന്ന എ കോംപ്ലിമെന്റ് പ്ലസ് സി ആയിരിക്കും ഈ 4 സെല്ലുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. എ കോംപ്ലിമെന്റ് പ്ലസ് സി എഴുതണം. ഫസ്റ്റത്തെ കിട്ടി. ക്ലിയർ ആണോ അത്? ഇനി ഇത് രണ്ട് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ സെൻട്രലത്തെ ഗ്രൂപ്പ് ചെയ്യുക. സെൻട്രലത്തെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് ഡി കോംപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും: എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് ഡി കോംപ്ലിമെന്റ്. അതുപോലെ ഈ 2 സെല്ലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാം. അപ്പൊ ഇവിടെ എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് സി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയുക? എ പ്ലസ് ബി സി കോംപ്ലിമെന്റ് വരും. ഇതിന് ശേഷം ഇത് തമ്മിൽ എല്ലാ റിസൾട്ടും കൂടി എടുത്ത് എഴുതുമ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് പ്ലസിന് പകരം ഇവിടെ ഇൻറ്റു ആവും. എന്നിട്ട് സെക്കൻഡ് റിസൾട്ട് ഇൻറ്റു അടുത്ത റിസൾട്ട് ഇൻറ്റു അങ്ങനെ എഴുതാം. ക്ലിയർ ആണോ അത്? അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെല്ലുകളിലെ വൈ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വൈ ടൈപ്പ്. അപ്പൊ വൈ ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ സെല്ലിലേക്ക് ആക്കി. അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിന് മുന്നത്തേല് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? എന്നിട്ട് ഇത് അയക്കട്ടെ. ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ 5 വേരിയബിളിന് 2 ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. ആ 5 വേരിയബിളിന്റെ ക്വസ്റ്റ്യൻ അതെങ്ങനെ വരുമെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത്രയും വലുതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ. അതായത് എക്സ് is equal to എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് ഡി കോംപ്ലിമെന്റ് ഇ കോംപ്ലിമെന്റ്. അപ്പൊ ഇത് വരുമ്പോ എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെ അടയാളപ്പെടുത്തും? നമുക്ക് എ കോംപ്ലിമെന്റ് വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇതിൽ എപ്പോഴും ബിയും സിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലത്തെ എ കോംപ്ലിമെന്റ് കോമൺ ആണ്. അപ്പൊ ആ എ കോംപ്ലിമെന്റ് എന്നുള്ള കാണുന്നത് ഈ ബാക്കിയുള്ള ടേം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ സെല്ലിലാണ്. എന്നുവെച്ചാൽ ഈ സെല്ലിന്റെ പേര് ഞാൻ എ കോംപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ട് 4 സെല്ല് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. 5ാമത്തെ സെല്ല് ഫസ്റ്റത്തെ സെല്ലിന് എ കോംപ്ലിമെന്റ്. അയ്യോ സോറി, കണ്ടില്ലല്ലേ? വന്നിട്ടേ ഷെയർ ചെയ്തപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 വേരിയബിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 വേരിയബിൾ എന്ന് പറയുമ്പോൾ 5 വേരിയബിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 5 വേരിയബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2⁵ എന്ന് പറഞ്ഞാൽ 32 സെൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ 32 സെല്ലിനെ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ വരച്ചു. എന്നിട്ട് ഫസ്റ്റില് ഇവിടെ ബി സിയും ഡിഇയും, ഇവിടെയും ബി സിയും ഡിഇയും. എന്നിട്ട് ഇതിന് പവർ എന്താണ്? നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ എന്ത് വരും? മുകളില് ഇവിടത്തെ മുകളില് ഇതിലുണ്ടായിരുന്നല്ലോ 5 വേരിയബിൾ നമ്മുടെ സിലബസിൽ. ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അതില് 5 വേരിയബിൾ ഞാൻ ആ സിലബസ് ഒന്ന് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ എന്റെ. ഇങ്ങനെ സിലബസ് അതാണ് വേണ്ടെന്ന് എന്നുവെച്ചാൽ നാളെ സിലബസ് കാണിച്ചു തന്നിട്ട് ചോദിക്കുന്ന ആളാ. അവിടെ സിലബസ് കാണിച്ചു തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സിലബസ് 5 വേരിയബിൾ അപ് ടു 5 വേരിയബിൾ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അത് വേണമെന്നുണ്ടാവില്ലായിരിക്കും.
ആ ക്ലാസ്സിൽ എടുത്തില്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല. എന്റെ ഓർമ്മയിലില്ല. ഇല്ല അല്ലെ? ഞാനും പഠിച്ച സമയത്ത് 5 വേരിയബിൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നോക്കട്ടെ. ഞാൻ പഠിച്ചപ്പോഴും ഇത് കണ്ടിട്ടില്ല. 5 വേരിയബിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടെസ്റ്റ് എടുത്തപ്പോൾ ടെസ്റ്റിലുണ്ട്. നിങ്ങളുടെ സിലബസിൽ അപ് ടു 5 വേരിയബിൾ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതുവരെ ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ ആ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു ടാബുലർ മെത്തേഡാണ്. അതും ആ ടാബുലർ മെത്തേഡ് ഉണ്ടോ നോക്കിക്കോളൂ കേട്ടോ. അത് ഒത്തിരി വലിയ മെത്തേഡ് ആയ കാരണം അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഒന്ന് നോക്കിക്കോണ്ടോന്ന്. അതുണ്ടെങ്കിൽ ഈ സിലബസ് നമ്മുടെ കംപ്ലീറ്റ് ആയി. നമുക്ക് ആ ഇമ്പോർട്ടന്റ് സിലബസ് അടുത്ത ദിവസം പറഞ്ഞ 3ഉം 4ഉം എടുക്കാം. ഇതിപ്പോ മൊഡ്യൂൾ 2 അല്ലേ? ഇത് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ഇത് ഇമ്പോർട്ടന്റ് ആണ്. കെ മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. സോപ്പ് പോസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ ഗേറ്റുകൾ വെച്ചിട്ട് ആ ബേസിക് ഗേറ്റുകൾ ആ ഭാഗം നോക്കാം. പിന്നെ ഇതിന്റെ കൺവെർഷൻ, അതിന്റെ ഒരു കൺവെർഷൻ കൂടി ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ കൺവെർഷനെ പറഞ്ഞിട്ടുള്ളൂ. ബൂളിയന്റെ റൂൾസുകൾ വെച്ചിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസം പറയാം. അത് 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതുപോലെ ഹോംവർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയത് പുതിയത് 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ദിവസം. അതുപോലെ പകല് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാറോട് പറഞ്ഞോളൂ കേട്ടോ. പകല് ഫ്രീ ആവുമ്പോ ആ ടൈമിൽ വേണമെങ്കിൽ എടുത്തുതരാം. അങ്ങനെ പകല് ഫ്രീ ആണ്. 22-ാം തീയതിക്ക് ഇനി ക്ലാസ് തുടങ്ങുള്ളൂ എനിക്ക്. 22-ാം തീയതിക്ക് ഉള്ളൂ. അപ്പൊ എപ്പോഴാ പറ്റുന്ന ടൈം? നാളെ ഒരു 9 o'clock പറ്റില്ല. 9 ഒരു 11 to 12 എപ്പോഴാന്ന് വെച്ചാൽ അത് മതി. മതി. അപ്പൊ ഞാൻ സാറിനോട് പറയാം ടൈം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വെക്കാം. അപ്പൊ നമുക്ക് ഒരു പീരീഡ് ഡിജിറ്റലും വെക്കാം. അല്ലെങ്കിൽ 2 ഡിജിറ്റൽ വെച്ചിട്ട് ഡിജിറ്റൽ തീർക്കുകയാണെങ്കിൽ അങ്ങനെ തീർക്കാം വേഗം. എന്നിട്ട് ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഫസ്റ്റത്തെ ഇന്റേണൽ എക്സാമിന് ഈ ഡിജിറ്റലും പിന്നെ കെമിസ്ട്രി ആയിരുന്നു മാർക്ക് കുറവ്. എനിക്ക് 22-ാം തീയതി വീണ്ടും അടുത്ത ഇന്റേണൽ എക്സാം തുടങ്ങും. അപ്പൊ അതിന്റെ മാർക്ക് കയറ്റണം. BSc അതാ ഞാൻ മൊഡ്യൂൾ 3ഉം 4ഉം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. രണ്ട് നേരമായിട്ട് ഡിജിറ്റൽ കയറ്റാം നമുക്ക്. എന്നിട്ട് ട്രിപ്പിളിലേക്ക് പോവാം. പകൽ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറായിട്ട് 2 മണിക്കൂറായിട്ട് അത് തീർക്കാം. ഡിജിറ്റൽ ആദ്യം കംപ്ലീറ്റ് എന്നിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇതുവരെ ക്ലിയർ ആണല്ലോ? ഈ നോട്ട് ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. അപ്പൊ സാർ അത് സെൻഡ് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയക്കിട്ടോ. ഓക്കെ, എന്നാ